ഗോസ്പൽ ലിസിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്കൂൾ തുറന്നല്ലോ, കുട്ടിയെ സ്കൂളിൽ അയക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു രക്ഷാകർത്താവിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: എങ്ങനെ വിശ്വസിച്ചയക്കും സാറേ? എവിടേക്കാണ് വിശ്വസിച്ചയക്കുക? ഭയമാണ് സാറേ, കുട്ടികളെ പറഞ്ഞയക്കാൻ ഭയമാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇതിന് കാരണമുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ മെയ് മാസം 14 ആണ് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് 40 കോടിയോളം രൂപ വില വരുന്നതായ ലഹരി വസ്തുക്കൾ 3 സ്ത്രീകളിൽ നിന്ന് പിടിച്ചെടുത്തത്. അതിനകത്ത് ഉണ്ടായിരുന്ന വസ്തുക്കൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെട്ടു പോകും. കാരണം അതിനകത്ത് ഉണ്ടായിരുന്നത് ചോക്ലേറ്റ്, ലഹരി ചോക്ലേറ്റ്, ലഹരി അടങ്ങിയതായ, അതായത് ക്രീം ബിസ്ക്കറ്റ്, ലഹരി അടങ്ങിയതായ കേക്കുകൾ, അതെല്ലാം 15 കിലോഗ്രാം തൂക്കം അതിന് തന്നെ ഉണ്ടായിരുന്നു. ബാക്കി 34 കിലോഗ്രാം, അതായത് ഹൈബ്രിഡ് കഞ്ചാവായിരുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ് ഇനത്തിൽ 2 പ്രധാനപ്പെട്ട ഇനമുണ്ട്. അതിലൊന്നാണ് സാറ്റീവയും മറ്റൊന്ന് ഇൻഡിഗയും. ഈ രണ്ടും കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന അതിമാരകമായിരിക്കുന്ന ലഹരിയാണ് ഹൈബ്രിഡ് കഞ്ചാവെന്ന് പറയുന്നത്. അത് കഴിച്ചാൽ ഉണ്ടാകുന്ന സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ വിഷാദം, ഭയം, ഭ്രമം, അതുപോലെ ചിന്താശേഷി നശിപ്പിക്കൽ എന്നിവയും മാത്രമല്ല, മനുഷ്യ ശരീര ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയും തിമിരം ബാധിക്കുകയും ശ്വാസകോശത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യും. ഇതാണ് ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രത്തോളം മാരകമായിരിക്കുന്ന സാധനങ്ങളാണ്. ഏതാണ്ട് 40 കോടിയോളം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരത നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഇവിടേക്ക് വന്നത്, കേരളത്തിലേക്ക് വന്നത്, അഥവാ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് പിടിക്കാനിടയായത്. മാത്രമല്ല, ഈ സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, കുട്ടികൾക്ക് സ്കൂളുകളിൽ പാഠപുസ്തകങ്ങൾ എത്തിയിട്ടില്ല, വേണ്ടതായ പഠന സാമഗ്രികൾ എത്തിയിട്ടില്ല, പഠനത്തിന് വേണ്ടതായ മറ്റുള്ള ഒരു സജ്ജീകരണം എത്തിയിട്ടില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ പര്യാപ്തമായിരിക്കുന്നതായ ലഹരി പദാർത്ഥങ്ങൾ എല്ലായിടത്തും അത് വ്യാപിക്കാൻ ഇടയായി. അതുകൊണ്ട് നമ്മൾ വളരെ ഭയപ്പെടണം. വെറുതെ അല്ല ആ രക്ഷാകർത്താവ് പറഞ്ഞത്, ഭയമാണ് സാറേ, എവിടേക്ക് അയക്കും, എങ്ങനെ വിശ്വസിച്ചയക്കും എന്ന് ചോദിച്ചെടുക്കുക. ഇത് ആ ഒരു രക്ഷാകർത്താവിന് മാത്രം ഉത്കണ്ഠയല്ല, സകല രക്ഷാകർത്താക്കളുടെയും ഉത്കണ്ഠയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ നമ്മൾ കാണുന്നത് ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നത് തന്നെ സ്കൂൾ വിദ്യാർത്ഥികളെയും അതുപോലെ യുവതി യുവാക്കന്മാരെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ നാട്ടിൽ സുലഭമായി കൊണ്ടിരിക്കുന്നത്. 2025 മാർച്ച് മാസം 28 ലഹരി സിറിഞ്ച് ഉപയോഗിച്ച് 10 പേര് ഈ ഒരേ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് ലഹരി കുത്തിവെച്ചു. എന്താ സംഭവിച്ചത്? ഈ 10 യുവാക്കന്മാർക്കും HIV പോസിറ്റീവായി. എന്ന് പറഞ്ഞാൽ അവർ എയ്ഡ്സ് രോഗികളായി മാറ്റപ്പെട്ടു. എങ്ങനെ ഇവിടെ ഭയമില്ലാതെ ജീവിക്കാൻ കഴിയും? എങ്ങനെ ഓരോ കാര്യങ്ങളും വിശ്വസിക്കാനായിട്ട് കഴിയും? എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പുറത്തേക്ക് അയക്കാനായിട്ട് കഴിയും? ഇങ്ങനെയുള്ളതായ വിഷമസ്ഥിതിയിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ചും കൂടെ ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അറിവ്, മൂല്യം, കഴിവ്, സ്വഭാവം എന്നിവയെ വികസിപ്പിക്കുന്നതിനുള്ളതായ പഠന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിന് പ്രധാനമായും 3 ഘടകങ്ങളുണ്ടായിരിക്കണം. അതിലൊന്നാണ് പാഠശാല അഥവാ സ്കൂൾ. വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടികൾ ഒത്തുചേരുന്ന ഇടത്തിനെയാണ് സ്കൂൾ അഥവാ പാഠശാല എന്ന് പറയുന്നത്. അവിടെ ഈ പാഠശാലയിൽ അധ്യാപകരുണ്ടായിരിക്കണം. പാഠശാലയിൽ വിജ്ഞാനം പകർന്ന് കൊടുക്കുന്നവരാണ് അധ്യാപകരെന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, എന്തിനാണ് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, എന്തിനാണ് ഇദ്ദേഹം ഈ കാര്യം പറയുന്നത്? എന്നാൽ അങ്ങനെയല്ല. ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, നിങ്ങളുടെ ബുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത്. ഇനിയും ഈ പാഠശാലയും അധ്യാപകരുണ്ടായതുകൊണ്ട് മാത്രം ഒരു സ്കൂൾ ശരിയായിട്ട് നടക്കുകയില്ല. അതിന് വിദ്യാർത്ഥികളുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഭാഗമെന്ന് പറയുന്നത് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾ എന്ന വാക്കിൻ്റെ അർത്ഥം വിദ്യയെ യാചിക്കുന്നവർ എന്നാണ്, വിദ്യയെ അർത്ഥിക്കുന്നവർ എന്നാണ്. നോക്കണേ, ഇന്ന് അവരെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കുന്നവരും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരുമായി മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊന്നും എന്തല്ല, ഇവിടെ ഈ സ്കൂളുകളിൽ അല്ലെങ്കിൽ പാഠശാലയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനോ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനോ ലഹരിയുടെ ആവശ്യമില്ല. അവിടെ അധ്യാപകർക്കും ആവശ്യമില്ല, വിദ്യാർത്ഥികൾക്കും ആവശ്യമില്ല.
ലഹരിയോ ഗുണ്ടായിസമോ രാഷ്ട്രീയമോ ഒന്നും ഈ പാഠശാലയിൽ ആവശ്യമുള്ള വസ്തുക്കളെയല്ല. പക്ഷേ ഇതെല്ലാം ഇന്ന് സുലഭമാണ് എവിടെ? ഈ വിദ്യാലയങ്ങളിൽ എന്നുള്ള കാര്യം മറക്കരുത്, ശ്രദ്ധിക്കണം. അതായത് ഇത് ലഹരി ഉപയോഗം ഉണ്ടാകുന്നതായ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ശാരീരികമായും മാനസികമായും നാശം സംഭവിക്കും. മാത്രമല്ല പഠനത്തിന് ശ്രദ്ധ കുറയും. മൂന്നാമതായിട്ട് കുടുംബ ബന്ധങ്ങൾ തകർച്ചയിലേക്ക് പോകുവാനും ഇടയാകും. ഒരു സംഭവകഥ ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുക. സംഭവിച്ച കഥയാണ് അത്. ഞാൻ അതിൻ്റെ പേരുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവതരിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പട്ടണത്തിലെ ഒരു പ്രൈവറ്റ് കോളേജിലെ 2ാം വർഷ ബിരുദധാരിയാണ്. 2ാം വർഷ ബിരുദത്തിന് വേണ്ടി പഠിക്കുന്നതായ വ്യക്തിയായിരുന്നു ആദിൽ. ആദിലിനെ സംബന്ധിച്ചിടത്തോളം പഠനം പോലെ തന്നെ മറ്റ് കലാകായിക രംഗങ്ങളിലൊക്കെ താൻ വളരെയധികം സാമർഥ്യം കാണിച്ച ഒരു യുവാവായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് അമ്മയും ഇളയ അനുജത്തിയും മാത്രമേ തൻ്റെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. തൻ്റെ പിതാവ് നേരത്തെ മരിച്ചു പോയിരുന്നു. ഈ കുഞ്ഞുങ്ങളെ തൻ്റെ പ്രാരാബ്ധങ്ങളും കുടുംബ പ്രാരാബ്ധങ്ങളൊന്നും അറിയിക്കാതെയാണ് ഈ മാതാവ് ഇവരെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു ദിവസം ആദിലിന് തൻ്റെ ഉത്തമ സുഹൃത്തുക്കളായിരിക്കുന്നവർ ഒരു പൊടി കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല. കാരണം നമ്മൾ ക്ഷീണിതരാകുമ്പോഴും മാനസികമായ പ്രയാസം അനുഭവിക്കുമ്പോഴും ഇതല്പം കഴിച്ചാൽ നമുക്ക് ഉത്തേജവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് നീ അല്പം കഴിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഹാഷിഷ് ഈ ആദിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അന്ന് ആദ്യമായിട്ട് ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ ആദിലിന് തോന്നി, ഞാൻ സൂപ്പർമാനാണെന്ന് തോന്നി. വലിയ ബുദ്ധിയും കഴിവും പ്രാപ്തിയും ഉണ്ടായതുപോലെ, എന്തോ ഒരു പുതിയ ലോകത്തേക്ക് താൻ കടന്നു എന്നതുപോലെ തനിക്ക് അനുഭവമുണ്ടായി. എന്നാൽ അത് ഒരു ദിവസം കൊണ്ട് തീർന്നില്ല. നിരന്തരമായിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതറിയാമോ? താൻ പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞു. ഇപ്പൊ ക്ലാസ്സിൽ കയറാതെയായി. സ്കൂളിലും ക്ലാസ്സിലും ഒക്കെ ഇവന് വലിയ തലവേദന സൃഷ്ടിച്ചു. അങ്ങനെ ഇവന് ബുദ്ധിഭ്രമം സംഭവിച്ചതുപോലെ അനുഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവനെ ആരൊക്കെയോ ചിലർ കൂടി എടുത്തുകൊണ്ടുപോയി ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കി. ചില ദിവസങ്ങൾ ഈ ഹോസ്പിറ്റലിൽ, ഈ മുറിയിൽ, ഈ ഏകാന്തതയിൽ ഇവന് കഴിയേണ്ടതായിട്ട് വന്നു. ഒരു ദിവസം താൻ മയക്കത്തിൽ നിന്ന് കണ്ണു തുറന്നപ്പോൾ കാണുന്നത് തൻ്റെ അമ്മ തൻ്റെ അരികെയിരുന്ന് തൻ്റെ കരം പിടിച്ച് ഉച്ചത്തിൽ കരഞ്ഞ് നിലവിളിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീരിങ്ങ് നീർച്ചാലുകളായിട്ട് തൻ്റെ കവിൾ തടങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. തൊട്ടടുത്ത് അനുജത്തി വളരെയധികം പ്രയാസത്തോടുകൂടി, എന്തോ സംഭവിക്കുന്ന ഭീതിയോടുകൂടി ഇവനെ തന്നെ ആദിലിനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. ഈ നോട്ടവും ഈ അമ്മയുടെ ഈ പ്രാർത്ഥനയും ഒരു ദൈവിക സ്പർശം ആദിലിന് ഉളവാക്കുവാനുണ്ടായി. ആദിൽ അവിടെ വെച്ച് തന്നെ തൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താനും തീരുമാനിച്ചു. ലഹരിയോട് ഇവിടെ പറയുവാനും തൻ്റെ കൂട്ടുകാരെയെല്ലാം ഉപേക്ഷിക്കുവാനും താൻ തയ്യാറായി. ഒരു പുത്തൻ ജീവിതത്തിലേക്ക് അതിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തോന്നി. അങ്ങനെ ഇപ്പോൾ ആദിൽ ആരാണെന്നറിയാമോ നിങ്ങൾക്ക്? അതിൽ ഏറ്റവും മിടുക്കനായ ഒരു മാന്യനായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായി ആ നാട്ടിൽ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞത്, ഈ 2025 മെയ് മാസം 22-ാം തീയതി കൊച്ചി തിരുവാങ്കുളത്ത് 3.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ അമ്മ ചാലക്കുടി പുഴയിൽ എറിഞ്ഞു കളഞ്ഞു. ആ കുഞ്ഞ് മരിച്ചുപോയി. ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞ് കൊന്നുകളഞ്ഞു. 3.5 വയസ്സ് മാത്രം പ്രായമുള്ള. എന്നാൽ അതിലേറെ നമ്മുടെ മനസ്സാക്ഷി മുഴുവൻ ഞെട്ടിച്ച കാര്യം എന്താണെന്നറിയാമോ? ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കും, അല്ലെ ഈ കുഞ്ഞിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കുന്നു തൻ്റെ ഇളയച്ഛൻ എന്ന് പറയാം. അദ്ദേഹം 1.5 വർഷമായി ഈ 3.5 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ കുഞ്ഞ് ഈ ദുരവസ്ഥയിലേക്ക് കടന്നു പോകാനുള്ള കാരണം എന്താ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു? അവരുടെ കുടുംബ പശ്ചാത്തലം ചിന്തിക്കുമ്പോൾ മാതാവും പിതാവും അഥവാ ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും
സ്വരച്ചേർച്ചയുള്ളവരായിരുന്നില്ല. പരസ്പരം കലഹിക്കുകയും ഭിന്നിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഒരു താമസം രണ്ടും രണ്ട് സ്ഥലത്തായിരുന്നു, ഒരുമിച്ചുള്ള താമസമില്ലായിരുന്നു. ഇതെല്ലാം ഈ നരാധമന്മാർക്ക് ഒരവസരമായിരുന്നു. നമ്മളെല്ലാം ചിന്തിക്കും 2 വയസ്സുള്ള കുഞ്ഞിനെയോ 2.5 വയസ്സുള്ള കുഞ്ഞിനെയോ. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഈ നരാധമന്മാർക്ക് 2.5 വയസ്സും 1.5 വയസ്സൊക്കെ 25-30 വയസ്സ് പ്രായമുള്ളതായ പെൺകുട്ടികളെ പോലെ സ്ത്രീകളെ പോലെ മാത്രമാണ് അവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരു കാര്യം ഞാൻ പറയാം. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകാതെ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ, സ്നേഹത്തിലും സന്തോഷത്തിലും ഊട്ടിയുറപ്പിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. ഇല്ല എങ്കിൽ ഇനിയും നമ്മൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ കാണുകയും നമ്മൾ കേൾക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇനി ഈ ലഹരി വസ്തുക്കളെ ഉപേക്ഷിക്കാനായിട്ട് എങ്ങനെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിന് പരിഹാരമുണ്ട്. എന്താണ് പരിഹാരം? ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക. കുടുംബ ബന്ധങ്ങളിലേക്ക് മൂന്നാമത്തെ ഒരാൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രത്തോളം മാതാവും പിതാവും കുഞ്ഞുങ്ങളും വളരെ സുരക്ഷിതമായ രീതിയിലും വളരെയധികം സ്നേഹത്തിലും ഐക്യത്തിലും ഉറപ്പുള്ളവരായി തീരണം. കുടുംബ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്കൂളുകളിൽ കോളേജുകളിൽ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഭവിഷ്യത്തുകളെക്കുറിച്ചും അതിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ചും അതിൻ്റെ ഭീകരതയെക്കുറിച്ചും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ പഠിപ്പിച്ച് അവരെ ബോധവാന്മാരും ബോധവതികളുമാക്കി മാറ്റണം. അങ്ങനെയാകുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെറുത്തു നിൽക്കാനായിട്ട് കഴിയും. ആകയാൽ നമ്മളുടെ പല പ്രവൃത്തി ദോഷങ്ങളും കൊണ്ടാണ് ഇങ്ങനെയുള്ളതായ ആകാത്ത കാര്യങ്ങളെല്ലാം സംഭവിക്കാനിടയാകുന്നത്. ഇത് മാത്രം പോരാ, ശ്രദ്ധിക്കണേ. അതായത് ദൈവവിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഈ കുഞ്ഞുങ്ങളെ ഭക്തിയിൽ വളർത്തിയെടുക്കുവാനായിട്ട് കൂടെ ഉത്സാഹിക്കണം. അത് മാതാപിതാക്കളുടെ ചുമതലയാണ്. വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ സങ്കീർത്തനങ്ങളിൽ 25-ാമത്തെ സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നിന്നെ കാത്തിരിക്കുന്ന ഒരുവരും ലജ്ജിച്ചു പോകുകയില്ല. ഈ വാക്യത്തിൽ ദാവീദ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരാരും നിരാശപ്പെട്ടു പോവുകയില്ല, അവർ ദുർഗതി പ്രാപിക്കുകയില്ല, അവരുടെ പ്രതീക്ഷകൾ വൃഥാവാവുകയില്ല. ദൈവത്തിൽ പ്രത്യാശ വെക്കുമ്പോൾ അവർ അപകടത്തിൻ്റെ ഏത് സ്ഥിതിയിൽ നിന്നാൽ പോലും, ഒരു അപകടാവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും അല്ലെങ്കിൽ ഇരിക്കുന്നതെങ്കിൽ പോലും, അവിടെ നിന്ന് ദൈവം കരം പിടിച്ച് അവരെ വിടിവിക്കുവാൻ ഇടയാകും. ആകയാൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ പദ്യോപദേശത്തിൽ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാകട്ടെ, നല്ല അധ്യാപകർ നമുക്കുണ്ടാകട്ടെ, നല്ല അയൽവാസികളും നല്ലൊരു സമൂഹത്തെയും കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതിനുവേണ്ടി നമുക്ക് ഉത്സാഹിക്കാം. ഈ സന്ദേശം ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഒന്നിച്ച് കാണുന്നതുവരെയും ഏവർക്കും നന്ദി അറിയിക്കുന്നു.